ഹലോ, എല്ലാവർക്കും ഗ്രീനറി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ പെട്ടെന്ന് ഒരു കോർണർ ഗാർഡൻ എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. ഗാർഡൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ടാകും, എങ്ങനെ നമ്മുടെ മുറ്റം മനോഹരമാക്കാം എന്നത്. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സ്വന്തം വീട്ടുമുറ്റത്ത് കുറഞ്ഞ ചെലവിൽ ഒരു പൂന്തോട്ടം ഉണ്ടാക്കുക എന്നുള്ളത്. എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണമെന്നാണ്. ചെടികൾ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടാവും. അത്തരത്തിലുള്ള നല്ല വീഡിയോസുമായി വരാൻ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണേ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഞാനിവിടെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വീട്ടിലുള്ള ചെടി വെച്ച് ഒരു കോർണർ ഗാർഡൻ ഉണ്ടാക്കിയെടുക്കുന്ന വിധം കാണിക്കാം. ഈ ഏരിയയിലാണ് ഞാൻ പ്ലാന്റ്സ് വെക്കാൻ പോകുന്നത്. ഇതൊരു തണലുള്ള ഏരിയ ആണ്. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ്സ് മാത്രമേ ഇവിടെ വെക്കാൻ കഴിയൂ. നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സ് ഉപയോഗിച്ച് നല്ല വൃത്തിയിലും ഭംഗിയിലും മനോഹരമായ പൂന്തോട്ടം ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ ഞാൻ ഓട് ഉപയോഗിച്ച് ഒരു പോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ യുജീനിയ പ്ലാന്റ് ആണ് നട്ടുപിടിപ്പിച്ചത്. ഇത് കുറേ മുമ്പ് ഇവിടെ വെച്ച് പിടിപ്പിച്ചതാണ് കേട്ടോ. പിന്നെ ഇത് മാറ്റാൻ തോന്നിയില്ല. ഈ പ്ലാന്റിന് നല്ല സൺലൈറ്റ് കിട്ടുന്ന സ്ഥലമാണ് വേണ്ടത്. ഇവിടെ പക്ഷേ തണലുള്ള ഏരിയയാണ്. പിന്നെ ഈ ചെടി നിങ്ങൾ കണ്ടോ? ഇത് ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇതാണ് കാറ്റ്സ് ക്ലോ. ഒരു നഴ്സറിയിൽ പോയപ്പോൾ മേടിച്ചതാണ്. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഈ ചെടി ആദ്യം ഇങ്ങനെ ആയിരുന്നില്ല. മാവിൽ ആയിരുന്നു വളർന്നു പിടിച്ചത്. ഇതിൽ പടർന്നപ്പോൾ അത്ര ഭംഗി തോന്നിയില്ല. പിന്നെ കുറച്ചും കൂടി വളർന്നു കഴിഞ്ഞാൽ മാവ് നശിച്ചു പോകുന്നത് കൊണ്ട് ഞാൻ ഇതിനെ ഈ കമ്പിയിലേക്ക് പടർത്തി വിട്ടു. ഈ പൂവ് കാണാൻ നല്ല ഭംഗിയാണ്. ഒരുപാട് മൊട്ടുകളുമുണ്ട്. ഈ കമ്പി മുഴുവൻ പടർന്നു കഴിഞ്ഞാൽ നല്ല രസമുണ്ടാകും. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് കാണിക്കാം. പിന്നെ ഈ ചെടി നിങ്ങൾ കണ്ടോ? ഇത് ഏത് ചെടിയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇതും നല്ല ഭംഗിയിൽ പൂവിട്ടിട്ടുണ്ട്. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ പേരാണ് ഗോൾഡൻ കാസ്കേഡ്. ഈ ചെടിയുടെ പൂക്കൾ 2 മാസം വാടാതെ നിൽക്കും. അത് കഴിഞ്ഞാൽ ചിലതൊക്കെ ഇലയായി മാറും. ഇത് ഓൾ സീസൺ ഫ്ലവറിംഗ് പ്ലാന്റ് ആണ്. മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും എല്ലാ സീസണിലും പൂക്കൾ ഉണ്ടാകും. കൊന്നപ്പൂ പോലെ നല്ല ഭംഗിയിൽ പൂവിട്ടിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെയാണ് ഗാർഡൻ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഞാൻ ഈ സ്ഥലം നന്നായി വൃത്തിയാക്കിയെടുത്തു. ഈ ചെറിയ ഏരിയയിലാണ് ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള ചെടിയെടുത്ത് വൃത്തിയായി സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ ഈ കോർണറിൽ ഏറ്റവും മുകളിലായി ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ ഹൈറ്റുള്ള ചെടികളാണ് വെക്കേണ്ടത്. പിന്നീട് ഹൈറ്റ് കുറഞ്ഞ പ്ലാന്റ്സ് ആണ് വെക്കേണ്ടത്. പിന്നെ മോനും കൂടി സഹായിക്കുന്നുണ്ട് കേട്ടോ ചെടി വെക്കാൻ. അവനും വളരെ ഇഷ്ടമാണ്. ചെടി നടാനും സെറ്റ് ചെയ്യാനുമൊക്കെ അവൻ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ചെറുപ്പത്തിലേ ഇങ്ങനെ ശീലിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ ട്രയാങ്കിൾ ഷേപ്പിലാണ് ചെടി വെച്ചിട്ടുള്ളത്. ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമുള്ള ചെടികളാണ് കുറേയൊക്കെ ഇവിടെയുള്ളത്. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ചെടികൾ ഉപയോഗിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് കാണാൻ? കുറച്ചും കൂടി ഭംഗി കൂട്ടാനായി ബോർഡർ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇഷ്ടിക വെച്ചോ കല്ല് വെച്ചോ ഇവിടെ സെറ്റ് ചെയ്യാം. നല്ല ഭംഗിയുണ്ടാകും അങ്ങനെ കാണാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിലും നല്ല ഏരിയ കണ്ടുപിടിച്ച് ഉള്ള ചെടികൾ ഉപയോഗിച്ച് ഏറ്റവും ഭംഗിയായി സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഗാർഡൻ റെഡിയാക്കിയിട്ടുണ്ട്.
ഇതേപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അതേപോലെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.